സൗദി ജയിലിൽ റഹീം ഹായ്. വിളിച്ചിരുന്നു അല്ലേ? ജവാദി നമ്പർ ഇന്നലത്തെ ഈ ദിവസം കഴിയാൻ വേണ്ടി ഇങ്ങനെ കാത്തുനിന്നു. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. വളരെ സന്തോഷമായി. സന്തോഷായില്ലേ? നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയണ്ടെങ്കിൽ അറിയില്ല. എന്നാലും അയ്യോ എന്നോടൊന്നും നന്ദി പറയണ്ട, സൃഷ്ടാവിനോട് മാത്രമേ നന്ദി പറയണ്ടൂ. കാരണം എന്താ വെച്ചാല് നിങ്ങളുടെ സമയമായിട്ടില്ല. ഓരോരുത്തര് ജനിക്കുമ്പോ കുട്ടിയാണാണോ പെണ്ണാണോ മരണം എപ്പോൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ വര മാറ്റാൻ ആർക്കും അധികാരമില്ല. നിങ്ങളുടെ സമയമായിട്ടില്ല. അതുകൊണ്ട് നമ്മളതിനൊരു കാരണമായിരുന്നു മാത്രമേ ഉള്ളൂ. സമയമൊക്കെ തെളിഞ്ഞ് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നിങ്ങളുടെ കുടുംബത്തിന് എല്ലാവർക്കും പ്രാർത്ഥിക്കുക. എന്നെ കൊണ്ട് അതേ സാധിക്കും. വാക്യം നേരിട്ട് കാണാം. സന്തോഷമായിട്ടിരിക്കുക. എന്തായാലും ആ സന്തോഷം കണ്ടാൽ മതി. എന്തായാലും നിങ്ങൾ വിളിച്ചല്ലോ. ഒരുപാട് സന്തോഷം. അതെ, ഒരുപാട് സന്തോഷം. സൃഷ്ടാവിനോട് നന്ദി പറയും. തീർച്ചയായിട്ടും ഈ കോടതിന്റെ തീരുമാനം അറിയാൻ വേണ്ടി ഇങ്ങനെ നിന്നേരും. ഏതായാലും ഇന്നലെ കോടതി പോയി എല്ലാം ഭംഗിയായി. മുമ്പിലെല്ലാരും ഉണ്ടായിരുന്നു, അവിടെ വക്കീലന്മാരുണ്ടായിരുന്നു. അറിയുന്നുണ്ട്. ഒരുപാട് സന്തോഷമായി. ഞാൻ അറിയുന്നുണ്ട് ഓരോ സ്റ്റേജുകളും. നിങ്ങളെ കുടുംബത്തിന് എല്ലാവർക്കും എന്നെ കൊണ്ട് കഴിഞ്ഞ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നും കുഴപ്പമില്ല. എന്തായാലും ഒരു ജീവൻ അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ, അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം. എല്ലാവരുടെയും സന്തോഷം അതാണ്. നമുക്കൊക്കെ ഒരുപാട് പേര് ഒരു ജീവൻ രക്ഷിക്കാൻ ഒരുപാട് പേര് ഒരുമിച്ച് ഒരുപാട് പേര് എന്തായാലും നിങ്ങളൊന്നും മറക്കാൻ പറ്റാത്തൊരു ഇതാണ് നിങ്ങളെ ഭാഗത്തുനിന്ന് കിട്ടിയത്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ട പല കാര്യങ്ങളല്ലേ അതൊക്കെ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരാവശ്യങ്ങൾ വരുമ്പോ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ അതിന്റെ ഒരു ഭാഗമല്ലേ എന്നുള്ളത്. അപ്പോൾ എന്തായാലും സന്തോഷമായി. എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഈ 34 കോടി പിരിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും ഒരു അനിശ്ചിതത്വം, ഒരു വ്യക്തത വരാതെ വന്നപ്പോ ടെൻഷനായി. ഇനി ഇറങ്ങി ഇപ്പൊ സന്തോഷമായി. ഗൾഫിലെ കാര്യമല്ലേ, അതുകൊണ്ട് നമുക്ക് എന്താ പറയാ ആയാലായി എന്ന് പറയാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അതെ. അപ്പൊ അതെ അറിയാം. അത് അറിഞ്ഞപ്പോ വലിയ സന്തോഷമായി. കാരണം ഞാൻ മാത്രല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ എന്തായി എന്നുള്ളത്. നമുക്ക് ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കുക എന്തായി. കാരണം ഈ കാശിട്ട് തന്നവരുടെ അടുത്ത് ഞാൻ ഇതിന്ന് ഇറങ്ങിയെന്നുള്ള പാത്രമായിട്ട് റോഡ് കൂടെ യാചനയായിട്ട്. പക്ഷെ കാശിട്ട് തന്ന കുറെ ആൾക്കാരോട് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുമ്പോ ഗൾഫിലെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു ഇതായിരുന്നു. ഇനിയിപ്പോ സന്തോഷമായിട്ടിരിക്കും. ഒരു കല്യാണം കഴിക്കൂ. കല്യാണം നല്ല സമയമൊക്കെ അവിടെ ആയിരുന്നല്ലോ. അപ്പൊ ലൈഫ് എന്താന്നോ സുഖം എന്താന്നൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ ഇനി കല്യാണമൊക്കെ കഴിച്ച് സുഖിക്ക് 18 വർഷം മുമ്പ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ വൈകിയ വേളയിൽ ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ എന്നുള്ളത്. അതുകൊണ്ട് അതിനുള്ള സമയങ്ങളൊക്കെ ഇനി ഒരു കച്ചവടമൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുന്നുണ്ട്. ചായപ്പൊടിയുടെ ഒരു ഫ്രാഞ്ചൈസി ബോച്ചെ പാർട്ട്ണറാക്കാനുള്ള പരിപാടിയാണ്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇനി ഇവിടെ വന്നിട്ട് ഓട്ടോറിക്ഷ ഓടിക്കാനും കഷ്ടപ്പെടാനും ഒന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ അതിനുള്ളൊരു പരിപാടിയും കൂടെ നമ്മള് ഇതാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനിയുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സുഖകരമായിട്ട് ഉമ്മയ്ക്കൊക്കെ ജീവിക്കാനും സന്തോഷത്തിലും സ്നേഹത്തിലൊക്കെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാനും ഒക്കെ ചെയ്യാം. ഇനിയാണ് ഏറ്റവും വലിയ ടെൻഷൻ. ഇപ്പൊ സാധാരണ ഞാൻ ഓർക്കണത് ഈ ഞങ്ങള് ഈ ഹോസ്റ്റലിൽ പഠിക്കുമ്പോഴേ സ്കൂളില് വെക്കേഷൻ ആവാനായിട്ടുള്ള ടെൻഷനാണ് വീട്ടിലെത്താനും പാരന്റ്സിനെ കാണാൻ. ഈ വെക്കേഷന്റെ ആ ദിവസം എത്തിക്കഴിയുമ്പോ ചിലപ്പോ ഒരു ദിവസമൊക്കെ ഈ പിരിയാണ പാർട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വെക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ടെൻഷൻ കൂടുകയാണ്. മറ്റേ വെക്കേഷൻ ആവാനാ ടെൻഷൻ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ നോക്കിയിരിക്കും. ഓരോ കാറ് വരുമ്പോഴും പാരന്റ്സ് ആണോ കൂട്ടിക്കൊണ്ടുപോകാനാണോ എന്നുള്ള ആ ഒരു ദിവസം, ഓരോ മണിക്കൂറിന്റെ ആ ഒരു ഇത് എന്ന് പറഞ്ഞ പോലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ടെൻഷൻ നമ്മുടെ മുമ്പിലുള്ള ഇതൊക്കെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ ഓരോ ദിവസം നീളുമ്പോഴുള്ള ആ ഒരു ടെൻഷൻ, സന്തോഷത്തിന്റെ ടെൻഷൻ
ഉമ്മയെ കാണാൻ എത്തിപ്പിടിക്കാൻ ഒന്ന് ഉമ്മ വെക്കാൻ അതൊക്കെയുള്ള ഭയങ്കര സമയമൊന്നും ഇനി നീങ്ങില്ല. വാച്ച് നോക്കിയിരുന്ന ഓരോ മിനിറ്റ് ഓരോ മണിക്കൂറൊന്നും നീങ്ങില്ല. 24 മണിക്കൂറൊക്കെ ചിലപ്പോ ഒരു മാസമായിട്ട് തോന്നും ഇനിയുള്ള ഓരോ സമയം. എനിക്ക് മനസ്സിലാവും. വളരെ സത്യമാണ്. ഇന്നലെ കോടതി തിരിച്ചു വന്ന് ഇതുവരെ ഉറങ്ങിയിട്ടില്ല. സങ്കടം വന്നാലും പ്രശ്നം, സന്തോഷം വരുമ്പോഴും പ്രശ്നമാണ്. ഭയങ്കര ടെൻഷനായിരിക്കും. ശരി, സമയം കുറച്ചേ ഉള്ളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, സന്തോഷമായി വിളിച്ചല്ലോ. എന്തായാലും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. എന്റെ പ്രാർത്ഥന എപ്പോഴും ഉൾപ്പെടുത്താൻ ഒരുപാട് തീർച്ചയായിട്ടും കാണാം. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ വിളിക്കാം. എല്ലാവരും അന്വേഷണം പറയാം. ഓ തീർച്ചയായിട്ടും. ടേക്ക് കെയർ. സന്തോഷമായിട്ട് സേഫ് ആയിട്ട് വരും കേട്ടോ. ഇവിടെ ഒരു കേരളം മുഴുവൻ നിങ്ങളെ കാത്തിരിക്കുക. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എന്നെ കൊണ്ട് വാക്യം നേരിട്ട് കാണാം. ഓ സന്തോഷമായിട്ട് ഇരിക്കുക. എന്തായാലും ആ സന്തോഷം കണ്ടാൽ മതി. എന്തായാലും നിങ്ങൾ വിളിച്ചല്ലോ. അതെ, ഒരുപാട് സന്തോഷം. സിസ്റ്റാവിനോട് നന്ദി പറയും. തീർച്ചയായിട്ടും ഈ കോടതിന്റെ തീരുമാനം അറിയാൻ വേണ്ടി ഇങ്ങനെ നിന്നേരും. ഏതായാലും ഇന്നലെ കോടതി പോയി എല്ലാം ഭംഗിയായി. ഇവരെല്ലാരും ഉണ്ടായിരുന്നു അവിടെ, വക്കീലന്മാരുണ്ടായിരുന്നു. അറിയുന്നുണ്ട്. ഒരുപാട് സന്തോഷമായി. ഞാൻ അറിയുന്നുണ്ട് ഓരോ സ്റ്റേജുകളും. നിങ്ങളെ കുടുംബത്തിന് എല്ലാവർക്കും എന്നെ കൊണ്ട് കഴിഞ്ഞ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓ ഒന്നും കുഴപ്പമില്ല. എന്തായാലും ഒരു ജീവൻ അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ, അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം. എല്ലാവരുടെയും സന്തോഷം അതാണ്. നമുക്കൊക്കെ ഒരുപാട് പേര് ഒരു ജീവൻ രക്ഷിക്കാൻ ഒരുപാട് പേര് ഒരുമിച്ച് ഒരുപാട് പേര് എന്തായാലും നിങ്ങളൊന്നും മറക്കാൻ പറ്റാത്തൊരു ഇതാണ് നിങ്ങളെ ഭാഗത്തുനിന്ന് കിട്ടിയത്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ട പല കാര്യങ്ങളല്ലേ അതൊക്കെ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരാവശ്യങ്ങൾ വരുമ്പോ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ഭാഗമല്ലേ എന്നുള്ളത്. അപ്പോൾ എന്തായാലും സന്തോഷമായി. എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഈ 34 കോടി പിരിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും ഒരു അനിശ്ചിതത്വം, ഒരു വ്യക്തത വരാതെ വന്നപ്പോ ഒരു ടെൻഷനായി. ഇനി ഇറങ്ങി ഇപ്പൊ സന്തോഷമായി. ഗൾഫിലെ കാര്യമല്ലേ, അതുകൊണ്ട് നമുക്ക് എന്താ പറയാ ആയാലായി എന്ന് പറയാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അതെ. അപ്പൊ അതെ അറിയാം. അത് അറിഞ്ഞപ്പോ വലിയ സന്തോഷമായി. കാരണം ഞാൻ മാത്രല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ എന്തായി എന്നുള്ളതേ. നമുക്കും ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കുക എന്തായി. കാരണം ഈ കാശിട്ട് തന്നവരുടെ അടുത്ത് ഞാൻ